ഹായ്, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദോശക്ക് ഒരു പാട്ടിട്ടാലോ? അമ്പിളി അമ്മാവ നിന്റെ കുമ്പിളിലെന്തുണ്ട്, അമ്പിളി അമ്മാവ നിന്റെ കുമ്പിളിലെന്തുണ്ട്, ദോശക്കല്ലിൽ വട്ടം കിടക്കണ അമ്പിളി അമ്മാവ, ദോശക്കല്ലിൽ വട്ടം കിടക്കണ അമ്പിളി അമ്മാവ, മറിച്ചിടുമ്പോൾ മൊരു എന്തൊരു ചേലാണ്, മറിച്ചിടുമ്പോൾ മൊരുവായി എന്തൊരു ചേലാണ്, അമ്പിളി അമ്മാവ നിൻ കുമ്പിളിലെന്തുണ്ട്, അമ്പിളി അമ്മാവ നിൻ കുമ്പിളിലെന്തുണ്ട്, മറിച്ചിടുമ്പോൾ മൊരിങ്ങനെ എന്തൊരു ചേലാണ്, ദോശക്കല്ലിൽ വട്ടം കിടക്കുമ്പോൾ എന്തൊരു ചേലാണ്, അമ്പിളി അമ്മാവ നിന്റെ കൊമ്പിളിലെന്തുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആലോചിക്കണേ. അപ്പോൾ ഒരു പാട്ടങ്ങനെ പാടണം തോന്നി പാടിയിട്ടുണ്ട്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്തോളി. പിന്നെ നമ്മളെ ദോശ റെഡി ആയിക്കൊണ്ടിരിക്കണേ. ഇനിതാ ഓംലേറ്റ് ഉണ്ടാക്കണം. ചോറ് വെച്ച് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ദോശ ആയിക്കൊണ്ടിരിക്കണേ. ഇതൊരു വെറൈറ്റി ദോശയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്ന പോലത്തെ ദോശയല്ല. നോക്കിക്കപ്പോൾ നല്ല പൊള്ളച്ച് വരുന്ന ദോശ. അപ്പം രാവിലത്തെ ചായക്കടിക്ക് ദോശയും ചായയും, പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട്, മത്തിക്കറി വെച്ചത്. അപ്പം എല്ലാവരും വരിക, ആരൊക്കെ ഉണ്ടോ എല്ലാവരും കഴിക്കാൻ വരിക. അപ്പം നമ്മളെ ദോശക്കല്ലി കിടന്ന അമ്പിളി അമ്മാവൻ എന്താ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്പിളി അമ്മാവ നിന്റെ കൊമ്പിളിലെന്തുണ്ട്, ദോശക്കല്ലിൽ വട്ടം കിടക്കണ അമ്പിളി അമ്മാവ. എല്ലാവർക്കും നമസ്കാരം, ബായ്. ഇതെല്ലാം ഇങ്ങനെ മൊരുന്ന് വേണം കേട്ടോ ദോശ എപ്പോഴും. അതാണ് എനിക്കൊരു ഇഷ്ടമുള്ള ഇത്. ദോശ എന്ന് പറഞ്ഞാൽ നല്ല മൊരിഞ്ഞിരിക്കണം. ഇപ്പം പറഞ്ഞ പോലെ ആരും മറക്കണ്ട, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഒക്കെ ചെയ്തോളി. ഓക്കെ, ബൈ.